ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് വെച്ചാൽ അബുദാബിയിലേക്കാണ് കേട്ടോ. ബാബ്സ് ഹിന്ദു മന്ദിരത്തിലേക്ക്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അച്ഛനും അമ്മയിലും ഉള്ള അവസ്ഥയിൽ എല്ലാവരും കൂടി പോകാമെന്ന് കരുതി അങ്ങനെ അവിടത്തേക്ക് പോയിട്ടാ. കഴിഞ്ഞ വീക്കെൻഡിലായിരുന്നു പോയത്. നമ്മൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ, നല്ല ആളുണ്ട് അമ്പലം കാണാൻ വേണ്ടി വന്നിട്ട്. നല്ല അടിപൊളി അമ്പലം കേട്ടോ, കാണാൻ ഒരുപാടുണ്ട്. നല്ല വലിയ അമ്പലം തന്നെ, നല്ല അടിപൊളി, എന്താ പറയുക, നല്ല കാഴ്ചകളോട് കൂടിയിട്ടുള്ള അവിടെ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അത് വേറെ ഒരു കാര്യമാണ്. നമ്മളവിടെ എത്തിയിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല. തിരിച്ചു വരുമ്പോൾ കുറേ വൈകിയിരുന്നു. അമ്പലത്തിൻ്റെ പുറത്ത് 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ഒരുപാട് മണികൾ ഇങ്ങനെ കെട്ടി തൂക്കിട്ടാണ്. അപ്പം എല്ലാവരും പോയിട്ട് അതിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളും പോയി. നല്ല രസമായിരുന്നു കേട്ടോ, പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് മണിയൊക്കെ ഇങ്ങനെ മുട്ടുക എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ എന്താ രസം വരെ, ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയായിട്ടാണ്. അകത്ത് നോ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തിലെ കാഴ്ചകളൊന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റൂ കേട്ടോ. നമുക്ക് വീഡിയോയിൽ അകത്തുള്ള കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തന്നെ കാണണം. എന്തായാലും എനിക്ക് നമ്മുടെ നാട്ടിലില്ല ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടിയിട്ടില്ല കേട്ടോ. ഈ അമ്പലത്തിനകത്ത് കയറിയിട്ടാകുമ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. പക്ഷെ എന്ത് തന്നെ ആയാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് കൊത്തുപണിയാണ്, മൊത്തത്തിൽ കൊത്തുപണിയാണ്. അത് കാണാൻ തന്നെ എന്താ പറയുക, നല്ലൊരു രസമാണ്. ഇങ്ങനെ നിന്ന് നമ്മൾ നോക്കി ആസ്വദിക്കും. അത്രക്കും മനോഹരമായിട്ടുണ്ട് ആ അമ്പലത്തിൻ്റെ കൊത്തുപണികളൊക്കെ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ക്ലിയർ ആയിട്ട് വരില്ല, അത്ര സംഭവങ്ങളൊന്നും മനസ്സിലായി വരില്ല. അവിടെ ഓരോന്നിനും അതിൻ്റേതായ ഐതിഹ്യത്തിലായിരിക്കാം ആ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും കാണാൻ മനോഹരം, ഒരു രക്ഷയില്ല. നല്ല നമ്മളിങ്ങനെ നിന്നങ്ങ് നോക്കിപ്പോകും. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വരുന്ന എല്ലാവരും ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കലും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. എന്ത് തന്നെയാലും ആര് കണ്ടാലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പോകും. അത്രക്കും മനോഹരമായിരുന്നു അത്. ഒരുപാടുണ്ട് കാണാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോട്ടോ. എന്ത് തന്നെയായാലും അടിപൊളി തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അമ്പലത്തിൻ്റെ ആ ഒരു ഫീല് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എങ്കിലും കാണാൻ ഒരുപാടുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്ത് കിട്ടാ. നോക്കറോ, അതെന്താ രസമല്ല അമ്പലം കാണാൻ വേണ്ടിയിട്ട്. സംഭവം തന്നെയാണ് കേട്ടോ. എന്ത് തന്നെയായാലും അങ്ങനെ അമ്പലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. അത്രമാത്രം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓരോ വർക്കുകൾ എന്താ മനോഹരം എന്നറിയാം. എന്ത് രസത്തിലാണ് ചെയ്തു വെച്ചത് കണ്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് നോക്കി പോകും, അത്ര രസമുണ്ട് കാണാൻ. അങ്ങനെ സമയം ഏകദേശം 7 മണിയായി. അപ്പോൾ അവിടെ നിന്ന് അവർ പറയുന്നുണ്ടായിരുന്നു 7:15 ആകുമ്പോൾ ഗംഗ ആരതി തുടങ്ങുമെന്ന്. എന്നാൽ പിന്നെ അതും കൂടെ കണ്ടിട്ട് തന്നെ പോകാമെന്ന് വെച്ച് അവിടെ അങ്ങ് ഇരുന്ന് അതും കൂടെ അങ്ങ് കണ്ടു കേട്ടോ. हिंदू मंदिर अबुधाबी आपकी उपस्थिति एवं सहभागिता के लिए आपका हार्दिक। അപ്പോൾ ഈ ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനെല്ലാം. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ. നല്ല രസമാണ് അവിടെ നിന്ന് അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാർ ഇനിയും ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ പുറത്തേക്ക് വരുന്ന വഴിയിൽ അവിടുന്ന് പ്രസാദം കിട്ടിയിട്ടാണ്. നല്ല അടിപൊളി സാധനം, നല്ല രസമുണ്ട് കഴിക്കാൻ. എന്താണെന്നറിയില്ല, നല്ല രസമായിരുന്നു അത് കഴിക്കാൻ വേണ്ടി. അടിപൊളി സാധനം. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വന്നിട്ടാ.